ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീക്ക് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആണ്. അതേപോലെ തന്നെ സൺഡേ നമ്മൾ വീക്ക്ലി അനാലിസിസ് നമ്മൾ പറഞ്ഞു പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി ഫ്രൈഡേ ഒരു ട്രേഡ് ഹോൾഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീക്കിലത്തെ ട്രേഡുകൾ, ഗോൾഡിലുള്ള നല്ല ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെയാണ് നമുക്ക് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊന്ന് ട്രേഡ് എടുത്തു, നല്ലൊരു മൂവ്മെന്റ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രോഫിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഏകദേശം പ്രൈസ് ആ ഓപ്പർച്യൂണിറ്റിയിലാണ് നിന്നേച്ചത്. പ്രൈസ് നേരെ വന്നു, നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മൺഡേ വന്നു, പ്രൈസ് നേരെ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി മൺഡേ. ഏകദേശം ഈ ഒരു മൂവ്മെന്റ് ഒക്കെ പല ആൾക്കാരും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും, പല ആൾക്കാരും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ SL ആയിരിക്കും അടിച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് മൂവ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ SL അടിച്ചു. പക്ഷെ പ്രൈസ് ബുള്ളിഷ് ആണ്, ഓൾറെഡി സ്ട്രക്ചർ ബുള്ളിഷ് ആണെങ്കിൽ ബൈ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഏഷ്യൻ സെക്ഷൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്ത് നമുക്ക് ലണ്ടൻ സെക്ഷനിൽ നിന്ന് തന്നെ പ്രൈസ് മൂവ്മെന്റ് കിട്ടി. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വിട്ടുപോയി. നമുക്ക് 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ എടുത്ത ട്രേഡിൽ ഒരു TP ആണ് എനിക്ക് കിട്ടിയത്, സെക്കൻഡ് TP എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് TP ഞാൻ ആക്ച്വലി വെച്ചിരുന്നത് ഈ ഒരു 1 അവറിന്റെ ഒരു ഓർഡർ ഫ്ലോയിലേക്കായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ കറക്റ്റ് TP ആ 1 അവറിന്റെ ഓർഡർ ഫ്ലോയിലാണ്. പക്ഷെ ഇവിടെ അതിലും വലിയൊരു 1 അവറിന്റെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. ആ ഓർഡർ ഫ്ലോയിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുകയും ഇവിടുന്ന് ഒരു എൻട്രി മിസ്സാകുകയും ചെയ്തു. അപ്പോൾ ഒരു എൻട്രി ബ്രേക്ക് ഈവൻ അടിച്ചു, പ്ലസ് ഒരു എൻട്രി നമ്മൾക്ക് മിസ്സാകുകയും ചെയ്തു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു സെല്ലും കൂടി എടുത്തു, ഓക്കെ, വീണ്ടും പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്കൊരു വീണ്ടും ഒരു മൂവ്മെന്റ് കിട്ടിയപ്പോൾ ഞാനോടത്ത് പ്രൈസ് മൂവ് ചെയ്യായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും എൻട്രി എടുക്കട്ടെ എന്ന് ചോദിച്ച പല ആൾക്കാരോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്നൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതിന് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും പോകുന്നത്. അല്ല നിങ്ങൾ ഈ ഒരു എൻട്രിയൊക്കെ മിസ് ചെയ്തിട്ട് അതൊക്കെ നോക്കി നിന്നിട്ട് ഈ എൻട്രി എടുക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ, പറയുന്ന ഓപ്പർച്യൂണിറ്റികൾ പരമാവധി യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ട്രേഡ് മാനേജ്മെന്റ് പക്കയായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ട്രേഡ് മാനേജ്മെന്റ് പക്കയായിട്ട് യൂസ് ചെയ്താൽ എവറി വീക്ക് ആൻഡ് മന്ത് നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്ക് സെക്ഷന്റെ ട്രേഡ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ഏഷ്യന്റെ ലോ വന്നു ലിക്വിഡേറ്റ് ചെയ്തു, നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏഷ്യന്റെ ഹൈ ടാർഗറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടാർഗറ്റ് ഏഷ്യന്റെ ഹൈ വെച്ചു. മെയിൻ ആയിട്ടുള്ള ഞാൻ റിസ്ക് കൂടുതലെടുത്ത അക്കൗണ്ടിൽ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ഫ്ലോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഹൈ ആണ്. ഈ പ്രീവിയസ് ഹൈ ആണ് ടാർഗറ്റ് വെച്ചത്. പല ആൾക്കാരും ചോദിച്ചു അതെന്താണ് അവിടെ ടാർഗറ്റ് വെച്ചത്. വളരെ സിമ്പിൾ, അതുകൊണ്ടാണ് ഈ ഒരു പ്രീവിയസ് വളരെ സിമ്പിൾ കൺഫർമേഷൻ എൻട്രി മോഡുകളൊക്കെയാണ് നമ്മൾക്ക് ബൈ സൈഡിലേക്ക് കിട്ടുന്നത്. സെൽ സൈഡിലേക്കും കിട്ടുന്നുണ്ട്, പക്ഷേ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ പ്രൈസും എന്താണ് നമ്മുടെ പലതും ബ്രേക്ക് ഈവൻ ആണ് കൂടുതൽ അടിക്കുന്നത്. നമ്മൾ ഒരുപാട് എൻട്രി എന്ന സെല്ലിലേക്ക് നോക്കുന്നില്ല. വീണ്ടും എഗെയിൻ നമ്മൾക്കൊരു 1 അവറിന്റെ ഒരു ഓർഡർ ഫ്ലോ കിട്ടി. നമ്മൾ അന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഏകദേശം മൺഡേ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡുകൾ നമുക്ക് നല്ല കിട്ടി. ഫ്രൈഡേ ഹോൾഡ് ചെയ്ത് അടക്കം മൺഡേ നമുക്ക് ചെറിയ ചെറിയ മൂവ്മെന്റ്, ഇത് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ബാക്കി ചെറിയ ചെറിയ മൂവ്മെന്റുകളൊക്കെ നല്ലൊരു ട്രേഡുകൾ കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടി. നല്ലൊരു ഒരു വീക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മൺഡേയിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ ഞാൻ പറയാം. നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡുകളാണ്. പല ആൾക്കാരും എടുത്തിട്ട് അഴച്ചു തന്നു, വളരെയധികം സന്തോഷം. നേരെ വീണ്ടും ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തു. നൈറ്റ് ആണ് വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തത്. നൈറ്റ് ആയതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ ഇഴഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് വീണ്ടും ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ടായത്. പക്ഷെ അന്ന് അവിടെ അത് സംഭവിച്ചില്ല. ഏഷ്യൻ വന്നിട്ടാണെങ്കിൽ പോലും അതിന്റെ ലോ എടുക്കാതെ പ്രൈസ് നേരെ കയറിപ്പോയത് നല്ല ബുള്ളിഷിലേക്ക് പോയി ആ ഹൈ ടാർഗറ്റ് കിട്ടുക തന്നെ ചെയ്തു. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഇവിടെ ഒരു IFC ക്യാൻഡിൽ ഇല്ലേ, ഒന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു POA അല്ല, പിന്നെന്താ IFC ക്യാൻഡിൽ. ധൈര്യമായിട്ട് ഈ ബൈ ഹോൾഡ് ചെയ്യുക. നല്ല ട്രേഡ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇത് കിട്ടി. നല്ല സിമ്പിൾ 50 മിനിറ്റിൽ സിംഗിൾ ക്യാൻഡിലാണ്. ഇതെല്ലാം എടുത്തിരിക്കുന്ന സിംഗിൾ ക്യാൻഡിലാണ്. ഈ സെല്ലിലേക്ക് മാത്രം നമ്മൾ ഫ്ലിപ്പൊക്കെ നോക്കിയെന്ന് മാത്രമേ വേണം. അതായത് നമ്മൾ സെല്ലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹൈ പ്രോബബിലിറ്റി നമ്മളുടെ കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി മോഡുകൾ മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ ലോ പ്രയോറിറ്റി നോക്കാറേ ഇല്ല. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു. വീണ്ടും എഗെയിൻ നമ്മൾക്ക് നമ്മളുടെ
ലണ്ടൻ കഴിഞ്ഞതിന് ശേഷം പ്രൈസ് വന്നു. ന്യൂയോർക്ക് മാർക്കറ്റ് വളരെ ചെറിയൊരു മൂവ്മെന്റ് ആയിരുന്നു അതിലുള്ളത്. ഏകദേശം 1:2 ആയിട്ട് ഇതിന്റെ പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ട്രേഡ് ആയിരുന്നു. ബുള്ളിഷിലേക്ക് ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് അത് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. പക്ഷെ പ്രൈസ് പിന്നീട് സംഭവിച്ച പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേജർ ഹൈ വന്ന് ഹിറ്റ് ചെയ്ത് പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് വീണ്ടും പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കി നമ്മളുടെ 50 മിനിറ്റ് ഐഡിയും എടുത്തു. ലണ്ടൻ കഴിഞ്ഞ ശേഷം ഇത് ശരിക്കും ഏഷ്യന്റെ ലണ്ടന്റെ ഗ്യാപ്പിന്റെ ഇടയിലാണ് പ്രൈസ് വന്നത്. അവിടെ വന്ന എന്തുകൊണ്ട് കഴിഞ്ഞാൽ പ്രൈസ് 50 മിനിറ്റിന്റെ ഐഡിയും എടുത്തു. 50 മിനിറ്റ് OBയിൽ പ്രൈസ് വന്നു. ആദ്യം ജസ്റ്റ് പ്രൈസ് വന്ന് മൂവ് ചെയ്തു. അതിനുശേഷം ഗ്യാപ്പിലും പ്രൈസ് വന്ന് പിന്നെ പ്രൈസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ലണ്ടന്റെയും കൂടി കഴിയണമെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, ഇത് ചെയ്യുക. പക്ഷെ ഇതൊരു OBയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്യാപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന പ്രശ്നമില്ല. ഓൾറെഡി ഒരു പ്രീവിയസ് ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നല്ലൊരു എൻട്രി ആണ്. നമുക്ക് ഏഷ്യന്റെ ഹൈ തന്നെ ടാർഗറ്റ് ചെയ്യാം. പക്ഷെ വീണ്ടും അതിന്റെ ഹൈ വന്നു, മേജർ ഹൈ. ഇവിടെ ഇപ്പോഴും ബോഡി ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ദിവസം ക്ലോസ് ചെയ്താൽ മാത്രമേ ബോഡി ബ്രേക്ക് ആണോ ബിഗ് ബ്രേക്ക് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നല്ലൊരു ഫ്ലിപ്പ് ഐഡിയും കിട്ടി. ഞാൻ പറഞ്ഞ് സെല്ലിലേക്ക് നോക്കുമ്പോൾ അത്ര ഹൈ പ്രയോറിറ്റി എൻട്രി മോഡുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നോക്കുള്ളൂ. നമ്മളൊരു സെല്ലിലേക്ക് നോക്കി നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇതായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇവിടെ വെച്ചു. ഏകദേശം 1:3 ഫസ്റ്റ് പ്രോഫിറ്റ് അടിച്ചു. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ലണ്ടൻ കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോണേന്ന്. ഓൾറെഡി ഇപ്പൊ പ്രൈസ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ന്യൂസുകളും വളരെ ചെറുതാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ റെഡ് ആയിരിക്കും, ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ മൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ്. പെട്ടെന്ന് പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാവരും വിചാരിക്കും പ്രൈസ് ഇനിയും മേളിലേക്ക് പോകുമ്പോഴാണ് 2500 എന്നുള്ളതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു 2800 3000 പുറത്ത് വെളിയിൽ ഒരുപാട് റൂമർ പറയുന്നുണ്ട്. 3000 കടന്ന ഉടനെ തന്നെ പ്രൈസ് ഈ വർഷം 3500 ഹിറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ പക്ക ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ മതി. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ഫ്രൈഡേ ക്ലോസ് ചെയ്തു. സാറ്റർഡേ സൺഡേ കഴിഞ്ഞപ്പോഴത്തേക്കും ഡൊണാൾഡ് ട്രംപിന്റെ പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്തതിന്റെ കാര്യം പറഞ്ഞു. ഗോൾഡ് ഒരു വലിയൊരു ഗ്യാപ്പിൽ നിന്നായിരിക്കും ഓപ്പൺ ചെയ്യും. പക്ഷെ എന്റെ വീക്കിലി അനാലിസിസ് നമ്മൾ അതൊന്നും പറഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ന്യൂസ്, നമ്മൾ ന്യൂസിനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ ആ ന്യൂസ് ഒന്നും ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതൊക്കെ ആ ഒരു ന്യൂസ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം ചെയ്തൊരു കാര്യമായിരിക്കും, ഏതെങ്കിലും വേറൊരു രാജ്യത്തിന്റെ പൗരൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതൊക്കെ സംഭവിക്കാണ്. പ്രൈസ് ഓൾറെഡി ഹൈയിൽ നിൽക്കുകയാണ്, വളരെ പ്രീമിയത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ന്യൂസിലൊന്നും പ്രൈസ് പെട്ടെന്നൊന്നും മൂവ് ചെയ്യല. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഫണ്ടമെന്റലും പറയും. വെറുതെയാണ്. നിങ്ങൾ അതൊക്കെ കേട്ട് വെറുതെ നിങ്ങൾ ആ രീതിയിലൊക്കെ ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ആ രീതിയിൽ തന്നെ എടുക്കുക. നമ്മളിവിടെ പറയുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്, കറക്റ്റ് ആയിട്ട് പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് ഉണ്ടായിരുന്നു, നമ്മൾ നോക്കി. പക്ഷെ ആ സമയത്ത് ന്യൂസ് വന്നു, അതിന്റെ ഹൈ എടുത്തിട്ടാണ് ലണ്ടന്റെ ഏഷ്യന്റെ ഹൈ എടുത്ത് നമ്മുടെ ടാർഗറ്റ് കിട്ടി. പക്ഷെ നമ്മൾ അതിലില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇപ്പൊ പ്രൈസ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. ഇനി പ്രൈസ് താഴേക്ക് പോകുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നത്. നമുക്ക് 1 ഹവറിലും 50 മിനിറ്റിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. 1 ഹവറിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഗുഡ് ആണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ പ്രൈസ് കുറച്ച് നാൾ തന്നെ ബിയറിഷിലേക്ക് പോകും. അതിന് മുമ്പായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ബിയറിഷിലേക്ക് പോകും എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്ന മേജർ ഹൈ ഇതായിരുന്നു. പ്രൈസ് നമ്മുടെ ഒരു വിക്കോബിയിൽ വന്നു, നമ്മൾ ലോങ് ടൈം ബൈ എടുത്തു, നമ്മുടെ ടാർഗറ്റ് ഹിറ്റി. പക്ഷെ പ്രൈസ് ഇവിടെ എന്ത് സംഭവിച്ചു? വിക് ബ്രേക്കാണ് നടത്തിയത്. വിക് ബ്രേക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ആ വിക് ബ്രേക്ക് നടത്തിയ ഒരു ക്യാൻഡിൽ പക്ക ഒരു IFC ക്യാൻഡിൽ ആയിരുന്നു അല്ലെ. ഈ IFC ക്യാൻഡിൽ പിറ്റേ ദിവസം നടന്നത് എന്തുകൊണ്ടാണ്? പ്രീവിയസ് ലോ, അതിന്റെ ലോയാണ് ബ്രേക്ക് ചെയ്തത്. ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത്? ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ബൈ എടുത്തു, ഈ ഹൈ തന്നെ നമ്മൾ വെച്ചു. നമ്മുടെ ലിക്വിഡിറ്റി എൻട്രി പ്രകാരം നമ്മൾ ഏകദേശം ഒരു 50% എബോവ് പോയി, നല്ല പ്രോഫിറ്റ് കിട്ടി. ബ്രേക്ക് ഈവൻ സെക്കൻഡ് ബ്രേക്ക് ഈവൻ അടിച്ചു. ഓക്കെ, ഗുഡ്. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ച കാര്യം തന്നെ സംഭവിച്ചു. ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു, പക്ഷെ ഹൈ ബ്രേക്ക് ആയില്ല. പ്രൈസ് പിന്നെ ബിയറിഷിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വീക്കിൽ ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രൈസ് ഫ്രൈഡേ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു ഇത് എങ്ങനെ വീക്ക് ബ്രേക്ക് ചെയ്യണമെന്ന്. ഓൾറെഡി ആ ദിവസം പിന്നെ നമുക്ക് വീക്കിലി അനാലിസിസ് ഇല്ലാഞ്ഞത് കൊണ്ടേ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. നമ്മളുടെ സ്റ്റുഡൻസിനോട് ഓൾറെഡി നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞായിരുന്നു ഈ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഒരു
IFC ക്യാൻഡിലാണ്. ഇനി പോകാൻ പോകുന്നത് പ്രീവിയസ് ലോ, അതിന്റെ ടാർഗറ്റ് പ്രീവിയസ് ലോ. 2 ദിവസം നല്ല രീതിയിൽ ബിയർ ഷെയർ. നിങ്ങൾക്ക് ബൈ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ട്, സെൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ബൈ എടുക്കാതെ മാറി നിൽക്കേണ്ട ഡേയ്സാണ്. ഇത് വന്നു നമ്മുടെ ഇന്ത്യയുടെ സ്ട്രക്ചറിൽ നമുക്ക് പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തു, പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്തു. ഈ ഒരു സെല്ല് നമ്മൾ എടുത്തതാണ്, നല്ലൊരു സെല്ലായിരുന്നു. ഈ ദിവസം നമുക്ക് ഉറപ്പായിട്ട് ഈ സെല്ല് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോ, പക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു സെല്ല് ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ. പക്ഷെ പിന്നീട് ഒന്നെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് കയറിപ്പോണം, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് കയറിപ്പോണോ പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ കയറിപ്പോ, ഇത്രയും ഇൻസൈഡ് ക്യാൻഡിൽസ് ഉണ്ടാക്കി പ്രൈസ് ഇവിടെ നിന്ന് തന്നെ കയറി ഹൈ പോയി. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയും ഇന്നലെ ഉണ്ടായ ക്യാൻഡിലും ഒരു IFC ക്യാൻഡിലാണ്. ഇന്ന് വന്ന് ഇതിന്റെ ലോയാണ് ലിക്വിഡേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ചെയ്യാം, ചിലപ്പോൾ ഇത് ഇൻസൈഡ് ക്യാൻഡിലായിട്ട് മാറാം, അല്ലെങ്കിൽ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നോ നാളെ ഇതിന്റെ ഹൈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കുകളിൽ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 1 അവറിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, അതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 അവറിന്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് നല്ല നല്ല സെല്ലുകൾ എടുക്കാം. പക്ഷെ അപ്പോഴും പ്രൈസ് ബുള്ളിഷ് തന്നെയായിരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ. അതുകൊണ്ടാണ് ഞാൻ 50 മിനിറ്റിന്റെ കാര്യമായിട്ട് പറയാത്തത്. നിങ്ങൾക്ക് ബൈയിലേക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും അടിപൊളി ട്രേഡിംഗ് സെറ്റപ്പ് ആയിരുന്നു ഈ ആഴ്ച ഉണ്ടായിരുന്നത്. നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരാഴ്ചയായിരുന്നു. നമുക്ക് ഒരുപാട് ട്രേഡ് ഒന്നും എടുക്കണ്ട. ഏകദേശം ഞാൻ പറഞ്ഞ ഒരു 5-6 ട്രേഡ് ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് 1-2 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പോലും, ഒരു ലോട്ട് സൈസിൽ എടുത്താൽ പോലും $12,000 നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ട്രേഡ് സീക്രട്ടുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.